ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയാണ്. അനേകം പേർക്ക് സൗഖ്യം നൽകിയ അവിടുത്തെ കരങ്ങൾ ഇന്ന് കുരിശിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അനേകം പേരുടെ ജീവിതങ്ങളിലേക്ക് സുവിശേഷം പകർന്നു നൽകിയ അവിടുത്തെ പാദങ്ങൾ ഇന്ന് കുരിശിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അനേകം പേരുടെ ജീവിതങ്ങളിലേക്ക് പിതാവിന്റെ ഹിതം പകർന്നു നൽകിയ അവിടുത്തെ തിരുശിരസിനു ചുറ്റും ഇന്ന് മുൾമുടി വലയം ചെയ്തിരിക്കുന്നു. ഈശോ സർവത്ര ബന്ധിതനാണ്. അവിടുത്തെ ഹൃദയം മാത്രമാണ് ഇപ്പോൾ സ്വതന്ത്രമായിട്ടുള്ളത്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് ആ കുരിശിലാണ്. തന്നെ പീഡിപ്പിച്ചവരെ, തന്നെ ഈ കുരിശുമരണത്തോളം എത്തിച്ചവരെ ആ ഹൃദയം കൊണ്ട് ഈശോ സ്നേഹിക്കുന്നു, അവരോട് ക്ഷമിക്കുന്നു. തൻ്റെ അമ്മയ്ക്ക് തൻ്റെ ശിഷ്യരെ മക്കളായി നൽകിയും തൻ്റെ ശിഷ്യർക്ക് പരിശുദ്ധ അമ്മയെ അമ്മയായി നൽകിയും അവിടുന്ന് തൻ്റെ സ്നേഹത്തിൻ്റെ നീരുറവയൊഴുക്കുന്നു. അതെ, സ്വതന്ത്രമായൊരു ഹൃദയമുള്ളവനെ, സർവത്ര സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ശക്തി ഉണ്ടായിരിക്കുമെന്ന് കുരിശിലെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. സർവത്ര സ്വതന്ത്രമായിരുന്നിട്ടും പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഈശോ കുരിശിൽ കാണിച്ചു തന്ന സ്നേഹത്തിന്റെ, ക്ഷമയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് ഇടയായി തീരട്ടെ.